ഹിന്ദുമത പട്ടികജാതിക്കാർ ക്രിസ്തുമതത്തിലേക്ക് മാറിയിട്ടുള്ളവർക്ക് സംവരണമില്ല എന്ന ആന്ധ്രാ ഹൈക്കോടതിയുടെ വിധി കേരള ഹൈക്കോടതിയും അംഗീകരിച്ചു. ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല എന്നതാണ് വിധിയിൽ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ, ദില്ലി മുഖ്യമന്ത്രി, സ്പീക്കർ എന്നിവരെ അപായപ്പെടുത്തുമെന്ന് ഇമെയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉത്തർപ്രദേശ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ചാരസംഘത്തെ പോലീസ് പിടികൂടി. 6 പേരെ പിടിച്ചതിലൂടെയാണ് സംഘത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം ലഭിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 9 വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിവസമായ മെയ് 4 ഡ്രൈ ഡേ ആക്കി സർക്കാർ ഉത്തരവിറക്കി. ഏപ്രിൽ 7 വൈകിട്ട് 7 മുതൽ ഏപ്രിൽ 9 വൈകിട്ട് പോളിംഗ് അവസാനിക്കുന്നതുവരെ സംസ്ഥാനത്ത് മദ്യവിൽപ്പനയും നിരോധിച്ചു. വാണിജ്യ സിലിണ്ടർ ക്ഷാമം കാരണം തുറന്നിരിക്കുന്ന ഹോട്ടലുകൾ ഭക്ഷണങ്ങൾക്ക് 10 മുതൽ 15% വരെ വില വർദ്ധിപ്പിച്ചു. മലപ്പുറത്ത് പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ പ്രചരണം നടത്തിയതിൽ സൈബർ സെല്ല് കേസെടുത്തു. ആവേശം മൂത്ത പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ചോദ്യമുണ്ടെന്ന് പറഞ്ഞ് എണീറ്റപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. കോന്നി മണ്ഡലം LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു സംഭവം. നേമത്ത് പരാതി തള്ളി BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. കോൺഗ്രസിൽ നിന്ന് ശബരിനാഥ് ആയിരുന്നു പരാതി നൽകിയിരുന്നത്. കുട്ടികളിലെ അമിത മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കാൻ ഡിജിറ്റൽ ഡിറ്റോക്സ് പദ്ധതി പുറത്തിറക്കി കർണാടക സർക്കാർ. സ്ക്രീൻ ഉപയോഗം ദിവസം 1 മണിക്കൂറായും വൈകിട്ട് 7 മണിക്ക് ശേഷം ഇന്റർനെറ്റ് ലഭ്യത 0 ഡിജിറ്റൽ ഡിറ്റോക്സ് നടപ്പിലാക്കുന്നത്. മാർച്ച് 26 വരെ വിവിധ ജില്ലകളിൽ താപനിലയിൽ വലിയ വർധനവുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. രാജ്യത്തെ പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുകൂല വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കരുതെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആവശ്യപ്പെട്ടു. ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ കലാഭവൻ സോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഊന്നുകൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സോബിയെ എറണാകുളം കോടതിയിൽ ഹാജരാക്കി. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ മഴ പെയ്യിച്ചുവെന്ന് റിപ്പോർട്ട്. 5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമാക്കി ആക്രമണമുണ്ടാകില്ല എന്ന് US പ്രസിഡന്റ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഇതെന്ന് ഇസ്രായേൽ അറിയിച്ചു.